പ്രതിസന്ധികളെ അതിജീവിച്ച് 1.5 പതിറ്റാണ്ടിന് ശേഷം ശബരിമല സന്നിധിയിൽ എത്തിയതിന്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട സ്വദേശി അയ്യപ്പദാസ്. അപൂർവ രോഗം ബാധിച്ചതിനെ തുടർന്ന് അയ്യപ്പദാസിനെ നടക്കാൻ സാധിച്ചിരുന്നില്ല. നീണ്ട നാളത്തെ ആയുർവേദ ചികിത്സയ്ക്ക് ശേഷമാണ് അയ്യപ്പദാസ് മല ചവിട്ടിയത്. ഇങ്ങനെ ഒരു ദർശനം ഇനി ജീവിതത്തിൽ സാധ്യമാകില്ലെന്നായിരുന്നു അയ്യപ്പദാസ് കരുതിയത്. എന്നാൽ അയ്യന്റെ കനിവും അമ്മയുടെ പ്രാർത്ഥനയും അയ്യപ്പദാസിനെ മല ചവിട്ടിച്ചു. അമ്മ സുശീലയ്ക്കും അയ്യപ്പദാസിന് ആയുർവേദ ചികിത്സ നടത്തിയ ഡോക്ടർമാരുടെ സഹായത്തോടെയും കൂടിയാണ് ശബരിമല ദർശനത്തിന് എത്തിയത്. മകൻ വരുന്നത് 16 വർഷങ്ങൾക്ക് ശേഷം. ആ വർഷം അത് ഡിസംബറിലായിരുന്നു. കഴിഞ്ഞ 2009 ഡിസംബറിലായിരുന്നു. ആ വർഷം ഞാൻ മാലയിട്ട് ഞാനിവിടെ വന്നു. അന്നേരം അമ്മ ഞാനിവിടെ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. മാല ഇടാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറ്റുന്നത്. പിന്നെ വന്നിട്ടേ ഇല്ല. 2008 വരെ വന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത്. തൻ്റെ അരികിലെത്തിയ അയ്യപ്പദാസിന്റെ ആഗ്രഹം സാധിച്ചു നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഡോക്ടറും പങ്കുവച്ചു. ശരിക്കും പറഞ്ഞ ഒരു നിമിത്തമായി തന്നെയാണ്. കാരണം ഒരു 6 മാസത്തെ പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ. എൻ്റെ ഒരു പേഷ്യൻ്റായിട്ട് വന്നു. സെറിബ്രൽ അറ്റാക്സിയ എന്നുള്ളൊരു കേസായിരുന്നു. അപ്പോൾ നമ്മൾ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി സമീപിച്ചാണ്. അത് ഏകദേശം ഒരു മാസത്തോളം അവിടെ ജില്ലാ ആശുപത്രി ആയൂർ, പത്തനംതിട്ട ജില്ല, അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിലാണ് അവർ സ്ഥിരമായിട്ട് ശബരിമലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. 18 വർഷത്തോളം മുടങ്ങാതെ ശബരിമലയിൽ പോയ ഒരാളായിരുന്നു. പിന്നെ ഈ അസുഖം വന്നതിന് ശേഷം അവന് അയ്യപ്പ ദർശനം മുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഡ്യൂട്ടി കിട്ടുമ്പോൾ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയി തൊഴിയിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ബലത്തിൽ അവൻ പെട്ടെന്ന് തന്നെ വിളിച്ചു പറയുകയാണ്, ഞാനും വരുന്നു. അപ്പോൾ സന്തോഷം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. ആരാധിക്കുന്നവർക്ക് ആനന്ദമൂർത്തിയായ അയ്യപ്പസ്വാമി അയ്യപ്പദാസിനും അനുഗ്രഹമായി. ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അഖിൽ പാലൂട്ടുമഠം, ജനം, സന്നിധാനം.